السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, വഴിവിളക്കിന്റെ അസ്സുആലു വൽ ജവാബ് എന്ന പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ അയച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ശനിയാഴ്ച ദിവസം ഫർളല്ലാത്ത നോമ്പുകൾ നോൽക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നത്. അതിൽ അബ്ദുൽ ലത്തീഫ് PT പുത്തൂർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പേരുകളിലൂടെ പരാമർശിക്കുന്നില്ല. സാന്ദർഭികമായി പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളതുകൊണ്ടാണ് ഇത് അല്പം വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ വരുന്ന മുഹറം 10 ശനിയാഴ്ച ദിവസമാണ് എന്നതുകൊണ്ട് തന്നെ പല തലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ആധാരം ഇമാം അബൂദാവൂദ് തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള 2421 നമ്പർ ഹദീസിൽ അബ്ദുല്ലാഹിബ്നു ബുസ്ർ അസ്സുലമി അദ്ദേഹത്തിന്റെ സഹോദരി അസ്സമ്മായിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. ലാ തസൂമു യൗമസ്സബ്ത് ഇല്ലാ ഫീ മഫ്തുരിള അലൈക്കും, നിങ്ങൾക്കുമേൽ ഫർളാക്കപ്പെട്ടതല്ലാതെ ശനിയാഴ്ച നിങ്ങൾ അനുഷ്ഠിക്കരുത്. വ ഇല്ലം യജിദ് അഹദുക്കും ഇല്ലാ ലിഹാഅ ഐനബ, അങ്ങനെ ആരെങ്കിലും നോൽക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഒരാൾ മുന്തിരി വള്ളിയുടെ തൊലിയോ ഔ ഉഊദ ഷജറ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കഷ്ണമോ കണ്ടെത്തുകയാണെങ്കിൽ ഫൽയംളഗ്ഹു, അവൻ അത് ചവക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ നോമ്പ് മുറിക്കട്ടെ. അതെങ്കിലും കിട്ടിയാൽ അങ്ങനെ ചെയ്യണം എന്നതാണ് ഈ ഹദീസിന്റെ അർത്ഥം. അതായത് ഹദീസിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് പല വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും ഫർള് അല്ലാത്ത ഒരു നോമ്പും ശനിയാഴ്ച നോൽക്കരുത് എന്നതാണ്. അങ്ങനെ ആരെങ്കിലും നോറ്റാൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും മരക്കൊള്ളിയെങ്കിലും മുന്തിരിവള്ളിയുടെ തൊലിയെങ്കിലും കടിച്ച് അവൻ നോമ്പ് മുറിക്കണം എന്നതുമാണ്. ഈ ഹദീസിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്ക് ഉണ്ട്. ഇമാം അബൂദാവൂദ് സുനനു അബീദാവൂദിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹാദാ ഹദീസുൻ മൻസൂഖുൻ, ഇത് ദുർബലപ്പെടുത്തപ്പെട്ട ഹദീസാണ്. ഇമാം മാലിക് പറഞ്ഞതായി അബൂദാവൂദ് തന്നെ തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു, ഹാദാ കദ്ബുൻ, ഇത് നബിയുടെ മേലുള്ള കളവാണ്. ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നതായി കാണാം. വഅല ഹാദാ ഫയകൂനുൽ ഹദീസു ഇമ്മാ ശാദൻ ഗൈറ മഹ്ഫൂൽ വ ഇമ്മാ മൻസൂഖൻ വ ഹാദിഹി ത്വരീഖത്തു ഖുദമാഇ അസ്ഹാബി അഹ്മദ് അല്ലദീന സഹിബൂഹു കൽ അത്റം വ അബീ ദാവൂദ്. ഈ ഹദീസ് ഒന്നുകിൽ ഷാദായ ഹദീസാണ്, അതായത് ഏറ്റവും സ്വഹീഹായ ഹദീസുകൾക്ക് എതിരായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. ഇതാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ആളുകളായ അത്റം, അബൂദാവൂദ് അവരുടെ വീക്ഷണം. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുൻതഖ അൽ ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അസ്സവാബു അന്നഹു ദഈഫുൻ വശാദുൻ ലിമുഖാലഫതിഹി ലിൽ അഹാദീസ് സ്വഹീഹ ലിഅന്നഹു സബത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു അമറ ബിസിയാമിസ് സബ്തി മഅൽ ജുമുഅ. ഈ ഹദീസ് സ്വഹീഹായ ഹദീസുകൾക്ക് എതിരാണ് എന്നതുകൊണ്ട് ഒന്നുകിൽ ദുർബലമാണ് അല്ലെങ്കിൽ ഷാദാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഫതാവയിൽ 2036 പറയുന്നതായി കാണാൻ സാധിക്കും, ഈ ഹദീസിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം, ഇതിന്റെ സനദിൽ ഇൽത്തിറാബുണ്ട്, അതുപോലെ തന്നെ അതിൽ ശുദൂദുണ്ട് അതിന്റെ മത്നിൽ, അതുകൊണ്ട് തന്നെ അത് ഷാദും അല്ലെങ്കിൽ മുൻകറുമാണ് എന്നീ 2 കാരണങ്ങൾ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല, ഇന്ന തകരാറുകളുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ വളരെ ചുരുക്കം ആളുകളുടെ പേരുകളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ സനദിൽ സംഭവിച്ചിട്ടുള്ള തകരാർ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇമാം ഷൌക്കാനി നെയ്ലുൽ ഔത്താർ 4-ാം വാള്യം 298-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിവിടെ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ അബ്ദുല്ലാഹിബ്നു ബുസ്ർ എന്ന് പറയുന്ന ആൾ അബ്ദുള്ള, അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. ചിലതിൽ സഹോദരി സൊമ്മായിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. ചിലതിൽ സൊമ്മായിനും അബ്ദുള്ളക്കും ഇടയിൽ വേറെ ഒരാളിലൂടെ ഉദ്ധരിക്കുന്നതായും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിവിധ രീതികളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നതായി കാണാം, ഇങ്ങനെ വിവിധ രീതികളിലുള്ള ഈ റിപ്പോർട്ട് വലാകിന്ന ഹാദ തലവുൻ ഫിൽ ഹദീസിൽ വാഹിദ് ബിൽ ഇസ്നാദിൽ വാഹിദ് മഅ ഇത്തിഖാദിൽ മഖ്റജി യൂഹിനു അർ-റിവായ വയുംബിഉ അൻ ഖില്ലത്തി ലബ്തിഹി. ഒരൊറ്റ ഹദീസിനെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള വ്യത്യസ്തമായ തലവുൻ, നിറം മാറ്റം, അത് ഇതിന് ലബ്ത്ത് കുറവുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിനെ ദുർബലമാക്കുന്ന, അതിന് ന്യൂനതകളുണ്ട് എന്ന് വരുത്തുന്ന കാര്യങ്ങളാണ്.
എന്നാൽ ഹുഫാളുകളായ അറിയപ്പെട്ട പ്രസിദ്ധരായ ആളുകളിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത്തരം തകരാറുകൾ കുഴപ്പമുള്ളതല്ല. എന്നാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം വലൈസൽ അംറു ഹുനാകദ, അതുപോലെയല്ല ഈ ഹദീസിന്റെ കാര്യം എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ചർച്ചകൾ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം. ചുരുക്കത്തിൽ ഇതിന്റെ സനദിനെ സംബന്ധിച്ച് അതിൽ ഇൽത്തിറാബുണ്ട് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ഹദീസ് ഷാദും മുൻകറുമായി തീരുന്നു എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് രണ്ടാമതായി ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ഹദീസിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതാണ്. ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീമിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നതായി കാണാം. ഈ ഹദീസ്, അതായത് അബ്ദുല്ലാഹി ഇബ്നു ബുസ്റിന്റെ അബൂദാവൂദും മറ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഹദീസ് ഒരുപാട് സ്വഹീഹായ ഹദീസുകൾക്ക് എതിരാണ്. എന്നിട്ട് അത് സംബന്ധമായ ഹദീസുകൾ എണ്ണിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അതിൽ ഒരു ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നത് ഏത് ദിവസമാണ്? അതിന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്നാണ്. ഈ ഹദീസ് ഹസനാണ് എന്ന് മുസ്നദ് അഹ്മദിന്റെ തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ഷെയ്ഖ് ഷുഐബ് അൽ അർനൌത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും ശനിയാഴ്ച നോമ്പ് നോൽക്കൽ ഹറാമല്ല എന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് വാക്കിലൂടെ സ്ഥിരപ്പെട്ടു എന്നതിന് ഈ ഹദീസ് ഷെയ്ഖ് ഉസൈമീൻ തെളിവാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഈ ഹദീസ് ആദ്യം ഹസനാണ് എന്ന് സ്വഹീഹുൽ ജാമിയിലും സ്വഹീഹ് ഇബ്നു ഖുസൈമയിലും അഭിപ്രായപ്പെടുകയും പിന്നീട് അൽ ലഈഫയിലും ലഈഫു തർഗീബ് വ തർഹീബിലും അതുപോലെ ജിൽബാബുൽ മർഅത്തിൽ മുസ്ലിമ എന്നീ ഗ്രന്ഥങ്ങളിലും അത് ലഈഫാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പ്രകടിപ്പിച്ച അഭിപ്രായമല്ല പിന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഒരു പക്ഷേ അത് ലഈഫാണ് എന്ന് ചിലർ പറഞ്ഞേക്കാം. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇവിടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇതിന്റെ സിഹത്തിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് സഹീഹാണ് എന്ന് പറയുകയും തെളിവെടുക്കുകയും ചെയ്ത പണ്ഡിതന്മാരിൽ രണ്ടാളുകളെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഹദീസ്, അതായത് ഈ ശനിയാഴ്ച നോമ്പ് നോൽക്കരുത് എന്ന് പറയുന്ന ഹദീസ്, അതിനോട് എതിരാകുന്ന സ്വഹീഹായ ഹദീസ്, അതായത് ജുവൈരിയ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ജുവൈരിയ റളിയല്ലാഹു അൻഹ വെള്ളിയാഴ്ച നോമ്പ് നോറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ നോമ്പ് നോറ്റിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. നാളെ നോൽക്കാൻ ഉദ്ദേശിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നാളെ നോൽക്കുമോ എന്ന് ചോദിച്ചത് വെള്ളിയാഴ്ച, നാളെ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്. ശനി നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നോൽക്കുമോ എന്ന് ചോദിക്കുകയില്ല. ആ ഹദീസിൽ നിന്ന്, സ്വഹീഹായ ഈ ഹദീസിൽ നിന്ന് ശനിയാഴ്ച നോമ്പ് നോൽക്കത് കുറ്റകരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഹദീസിനോട് എതിരാണ് ശനിയാഴ്ച നോമ്പ് നോൽക്കരുത് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം നോമ്പ് നോൽക്കുന്നതിന് വിലക്കി. അത് അബൂ ഹുറൈറ ധരിക്കുന്ന മറ്റൊരു ഹദീസ്, വിഷയം മുകളിൽ പറഞ്ഞത് തന്നെ. അതിൽ ആ ഹദീസിലും ഒന്നുകിൽ വെള്ളിയാഴ്ചയുടെ മുമ്പോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചക്ക് ശേഷമോ നോമ്പ് നോറ്റാലല്ലാതെ വെള്ളിയാഴ്ച നോമ്പ് നോൽക്കരുത്, അത് നബി വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതേ വിഷയത്തിൽ രണ്ട് ഹദീസുകൾ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിനും എതിരാണ് ശനിയാഴ്ച നോമ്പ് നോൽക്കരുത് എന്ന് പറയുന്ന റിപ്പോർട്ട്. നാലാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ മിക്ക ദിവസങ്ങളിൽ, അല്പ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ നബി ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നത് ശഅബാനിലാണ് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് കാണാം. സ്വാഭാവികമായും നമുക്കറിയാം ഒരു മാസത്തിൽ 4-5 ശനിയാഴ്ചകൾ ഉണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മുഴുവൻ നോമ്പ് നോറ്റു അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഒഴികെ നോമ്പ് നോറ്റു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ശനിയാഴ്ചകളിൽ നോമ്പ് നോറ്റിരുന്നില്ല എന്ന് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ നബി ശഅബാൻ മാസം മുഴുവൻ അല്ലെങ്കിൽ അതിൽ അധികവും നോമ്പ് നോറ്റു എന്ന് പറയുന്നതിൽ ശനിയാഴ്ച നോമ്പ് നോറ്റിരുന്നു എന്ന് വരുന്നു. അഞ്ചാമത്തേത്, റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിലെ 6 ദിവസം നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസിലുള്ളത് 6 ദിവസം റമദാനിനോട് തുടർത്തുക എന്നാണ്. സ്വാഭാവികമായും പെരുന്നാൾ കഴിഞ്ഞ് ഉണ്ടാകുന്ന 6 ദിവസങ്ങൾ അതിൽ ഒരു ശനി ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ആ ശനിയാഴ്ച നിങ്ങൾ നോൽക്കരുത്, അതൊഴിച്ച് വേറെ 6 ദിവസം നോൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല.
അതുപോലെ തന്നെ ഓരോ മാസത്തിലും അയ്യാമുൽ ബീദ് 13, 14, 15 ദിവസങ്ങളിൽ അറബി മാസത്തിന്റെ അത് നോമ്പ് നോൽക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി കൽപ്പിക്കുകയുണ്ടായി. ഈ 3 ദിവസങ്ങളിൽ ഒരു പക്ഷേ ശനിയാഴ്ചകൾ കടന്നു വരാം. എങ്കിൽ ആ അയ്യാമുൽ ബീദിൽ വരുന്ന ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. ഏഴാമത്തേത് ഒരു ദിവസം നോമ്പ് നോൽക്കുക, പിറ്റേ ദിവസം നോമ്പ് മുറിക്കുക എന്ന ഒന്നിടവിട്ട് നോമ്പ് നോൽക്കുക എന്ന കാര്യമാണ് ദാവൂദ് നബിയുടെ നോമ്പ്. അതാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നാൽ അവിടെ ഒന്നിടവിട്ട് വരുമ്പോൾ ശനിയാഴ്ച നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വഹീഹായ ആരും നിഷേധിക്കാത്ത ഇത്തരം ഹദീസുകൾക്ക് എതിരാണ് നേരത്തെ പറഞ്ഞ വിമർശന വിധേയമായ ഹദീസ് എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഒരുപാട് ഹദീസുകൾക്ക് ഈ പറഞ്ഞ വിമർശന വിധേയമായ ഹദീസ് എതിരാണ് എന്നതുകൊണ്ട് തന്നെ ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്വീകാര്യയോഗ്യമല്ല എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഇനി ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്നതിന് മൂന്നാമത്തെ കാരണമായി ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്, ഹദീസിൽ പറയുന്ന കാര്യം ഒരാൾ നോമ്പ് നോൽക്കരുത്, ശനിയാഴ്ച നോമ്പ് നോൽക്കുകയാണെങ്കിൽ വല്ല മുന്തിരിവള്ളിയുടെ തൊലിയോ അല്ലെങ്കിൽ മരത്തിന്റെ കൊള്ളിയോ ചവക്കണം എന്നാണ്. അതെന്തിനാണ്? നോമ്പ് മുറിക്കാൻ. ഇത് മതത്തിലെ അടിസ്ഥാന നിയമങ്ങൾക്ക് എതിരായ ഒരു കാര്യമാണ്. അടിസ്ഥാന നിയമങ്ങൾക്ക് എതിരായി ഒരു ഹദീസ് വന്നാൽ അത് സ്വീകാര്യയോഗ്യമല്ല. എന്താണ് ഇവിടെ അടിസ്ഥാന നിയമങ്ങൾക്ക് എതിരാകുന്നത്? എങ്ങനെയാണ്? ഒരാൾ നോമ്പ് മുറിക്കാൻ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. മറിച്ച് നോമ്പ് നോറ്റ ഒരാൾ ഞാൻ നോമ്പൊഴിവാക്കുന്നു എന്ന് കരുതിയാൽ തന്നെ അയാളുടെ നോമ്പ് ബാത്തിലായി കഴിഞ്ഞു. പിന്നെ അവിടെ ഭക്ഷണം കഴിക്കേണ്ടുന്ന ആവശ്യമില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിനോട് ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ റസായിൽ 1983 കാണാം. ഒരാൾ നോമ്പുകാരനായിക്കൊണ്ട് യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ അദ്ദേഹം നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ നോമ്പ് മുറിക്കാനുള്ള ഒരു സംഗതിയും അയാൾക്ക് കിട്ടിയില്ല തിന്നാൻ. അങ്ങനെ അയാളുടെ നെയ്യത്തിൽ നിന്ന് അയാൾ മാറി നോമ്പ് തുടരാൻ ആഗ്രഹിക്കുകയും നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. അയാളുടെ നോമ്പ് സാധുവാണോ എന്ന ചോദ്യത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിൻ റഹിമഹുല്ലാ നൽകിയിട്ടുള്ള മറുപടി, സൗമുഹു ഗൈറു സഹീഹ് യജിബു അലൈഹിൽ ഖളാ ലിഅന്നഹു ലമ്മാ നവൽ ഫിത്ര അഫ്തർ. അവൻ നോമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാണ്. കാരണം അവൻ നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചതോടുകൂടി തന്നെ അവന്റെ നോമ്പ് ഇല്ലാതായി കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ഇത് അംഗീകരിക്കപ്പെട്ട തർക്കമില്ലാത്ത തത്വമാണ്. ആ തത്വത്തിന് എതിരാണ് ഇവിടെ നോമ്പ് നോറ്റ ഒരാൾ മുന്തിരിവള്ളിയുടെ തോലോ അല്ലെങ്കിൽ മരത്തിന്റെ കൊമ്പോ തേടിപ്പോകണം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും തേടിപ്പോകേണ്ടതില്ല. അയാൾ നിയ്യത്താക്കിയാൽ തന്നെ അയാളുടെ നോമ്പ് ബാത്തിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന തത്വത്തിനും എതിരാണ് ഇപ്പറഞ്ഞ രീതിയിൽ അയാൾ ചെയ്യണം എന്ന് പറയുന്ന അബൂദാവൂദിന്റെ ഈ ഹദീസ്. ഇങ്ങനെ 3 കാരണങ്ങളാൽ, അതായത് സനദ് കൊണ്ടും മത്ന് കൊണ്ടും അതുപോലെ തന്നെ അടിസ്ഥാന നിയമത്തിനെതിരായി എന്നതുകൊണ്ടും ഈ 3 കാരണങ്ങളാൽ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി പൂർവികരായ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാം 3 രീതിയിലുള്ള വീക്ഷണങ്ങൾ ഈ ഹദീസിനെ സംബന്ധിച്ചുണ്ട്. അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വിധി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കുക എന്നത് ഹറാമുമല്ല, കറാഹത്തുമല്ല. സാധാരണ പോലെ ശനിയാഴ്ച അയാൾക്ക് നോമ്പ് നോൽക്കാവുന്നതാണ്. ഈ അഭിപ്രായം ഇമാം മാലിക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അഭിപ്രായത്തെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുമുല്ലാ അദ്ദേഹവും പ്രകടിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതിനവർ പറയുന്ന കാരണം ഈ ഹദീസ് ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ ദുർബലപ്പെടുത്തപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഷാദാണ്, അല്ലെങ്കിൽ ലഈഫാണ്, അല്ലെങ്കിൽ മുൽത്തറബാണ്. ഇങ്ങനെ ഏത് വന്നാലും ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല. അപ്പോൾ പിന്നെ സ്ഥിരപ്പെട്ടു നിൽക്കുന്നത് ഏതാണ്? നേരത്തെ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ. ആ ഹദീസുകളിൽ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിലക്ക് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നത് കറാഹത്തെ അല്ല. രണ്ടാമത്തെ വീക്ഷണം ഭൂരിപക്ഷ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് കറാഹത്താണ് എന്നവർ പറയാൻ കാരണം ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഹറാമിനല്ല, കറാഹത്തിനാണ് എന്നാണ്. ഇനി ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കൽ കറാഹത്താണെങ്കിൽ തന്നെ ആ ദിവസത്തിന്റെ മുന്നെയോ പിന്നെയോ, അതായത് വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ആ കറാഹത്തും നീങ്ങി. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വീക്ഷണം. മൂന്നാമത്തെ വീക്ഷണം, ഈ ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹിബ്നു ബുസ്റിൽ നിന്നുള്ള ഹദീസ് സ്വഹീഹാണ്. അതുകൊണ്ട് തന്നെ ആ ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാകുന്നു, ഫർളല്ലാത്ത ഒരു നോമ്പും നോൽക്കാൻ പാടില്ല.
ഇത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയാണ് ആധുനിക കാലഘട്ടത്തിൽ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുകയും അതിന്റെ പേരിൽ ഒരുപാട് കോലാഹലങ്ങൾ ലോകത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഷെയ്ഖ് അൽബാനിയെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുകയോ ഇത് അൽബാനിസമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയോ ചെയ്യേണ്ടതില്ല. ചില ആളുകൾ ചോദിക്കുന്നു, അൽബാനിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഹദീസ് അനുസരിച്ച് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന്. ഈ അടുത്ത കാലത്ത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള നുഹബുൽ അഫ്കാർ ഫി തൻഖീഹി മബാനിൽ അഖ്ബാർ ഫി ശർഹി മആനിൽ ആഥാർ എന്ന് പറയുന്ന ഗ്രന്ഥം അബൂ മുഹമ്മദ് ബദറുദ്ദീൻ അൽ ഐനി ഹിജറ 855 മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഷെയ്ഖ് അൽബാനിയുടെ മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, ഇപ്പറഞ്ഞ ശനിയാഴ്ച നോമ്പ് നോൽക്കരുത് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച നോമ്പ് നോൽക്കൽ പാടില്ലാത്തതാണ് എന്ന് താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖരായ മുജാഹിദ്, താവൂസ്, അതുപോലെ തന്നെ ഇബ്രാഹിമുൻ നഖഈ, അതുപോലെ തൽഖ് ബിൻ ഹബീബ് എന്നിങ്ങനെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്നാൽ ഒരുപക്ഷെ ഷെയ്ഖ് അൽബാനി ഈ അഭിപ്രായങ്ങൾ കാണാൻ സാധ്യതയില്ല എന്നും ചില പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ബാ മൂസ, യമനി പണ്ഡിതനായ ഇപ്പോൾ മക്കയിൽ താമസിക്കുന്ന ഷെയ്ഖ് ബാ മൂസ അബു അമ്മാർ, അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അൽബാനിയുടെ മരണശേഷമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിന് മുമ്പ് ഷെയ്ഖ് അൽബാനി ഇത് കണ്ടിരുന്നെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുമായിരുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് അൽബാനി പറയാൻ 2 തത്വങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ഈ ഹദീസ് സ്വയം തെളിവാണ്, അതായത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. സ്ഥിരപ്പെട്ട ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കൽ അനിവാര്യമാണ്. ഇത് പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഹദീസ് സ്ഥിരപ്പെട്ടാൽ അമൽ ചെയ്യൽ നിർബന്ധമാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ സ്ഥിരപ്പെട്ടതാണ്, അതിൽ നിന്ന് ശനിയാഴ്ച നോമ്പ് നോൽക്കാം എന്ന് കിട്ടുന്നു, ഈ ഹദീസ് നോൽക്കരുത് എന്ന് കിട്ടുന്നു. അപ്പൊ രണ്ടുമനുസരിച്ച് എങ്ങനെ ഒരാൾക്ക് അമൽ ചെയ്യാൻ സാധിക്കും? പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യ ജുവൈരിയയോട് നാളെ നോമ്പ് നോൽക്കുമോ എന്ന ചോദിച്ച സംഭവം അത് സ്വഹീഹുകളിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അപ്പൊ ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് വരുമ്പോൾ ആ ഹദീസ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. രണ്ടാമതായി അദ്ദേഹം പറയുന്ന കാര്യം, വാക്കും പ്രവൃത്തിയും തമ്മിൽ എതിരായി വന്നാൽ വാക്കിനെയാണ് മുന്തിക്കേണ്ടത്. ഇവിടെ നോമ്പ് നോൽക്കരുത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അപ്പൊ ആ വാക്കിന് മുൻഗണന നൽകണം. മൂന്നാമതായി അദ്ദേഹം പറയുന്ന കാര്യം, വിലക്കും അനുവദനീയതയും രണ്ടും ഒരുമിച്ച് വന്നാൽ ഒരു വിഷയത്തിൽ, അതായത് പാടില്ല എന്നും പാടുണ്ട് എന്നുമുള്ള വിരുദ്ധമായ 2 അഭിപ്രായങ്ങൾ ഒരു കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പാടില്ല എന്നതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ഈ തത്വങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ ഈ തത്വം എവിടെയാണ് പ്രയോഗിക്കേണ്ടത്? അത് ഇത്തരത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ ജംഅ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ തത്വങ്ങൾ പ്രയോഗിക്കേണ്ടത്. എന്നാൽ നേരത്തെ പറഞ്ഞ സ്വഹീഹായ ഹദീസുകളും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസും തമ്മിൽ സംയോജിപ്പിക്കുന്നത് അസാധ്യമാണെങ്കിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞ പ്രയോഗങ്ങൾ, തത്വങ്ങൾ ശരിയാണ്. അതല്ല, ജംഅ് ചെയ്യാൻ സാധിക്കുമോ? ജംഅ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഹദീസ് സ്ഥിരപ്പെട്ടു എന്ന് വന്നാൽ ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒരാൾ ശനിയാഴ്ച മാത്രം പ്രത്യേകമാക്കി സുന്നത്ത് നോമ്പ് നോൽക്കുന്നു. അപ്പോൾ ശനിയാഴ്ചക്ക് ഒരു മസിയത്ത്, ഒരു സവിശേഷത, പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദിവസം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് പാടില്ല എന്ന് പറയാം. ഇതാണ് സ്വഹീഹായ ഹദീസുകളും ഈ ഹദീസിനെയും സംയോജിപ്പിച്ചുകൊണ്ട് പറയാവുന്ന കാര്യം. ഇതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഇതിന് ഉപോത്ബലകമായി പൂർവ്വകാല പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ നമുക്ക് സംക്ഷിപ്തമായി ഒന്ന് പരിശോധിച്ചു നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് സുന്നത്തിന്റെ ഇമാം എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം പറയുന്നത് അൽ മൻഹിയു അൻഹു ഇഫ്രാദുഹു ഫഖത്ത്, ശനിയാഴ്ച നോമ്പ് നോൽക്കുക എന്നത് ആ ദിവസം മാത്രം നോമ്പ് നോൽക്കുക എന്നതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതായി അൽ അസ്റം ഇബ്നു ഹാനി, അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ആളുകളായി അറിയപ്പെടുന്ന, സാഹിബുകളായി അറിയപ്പെടുന്ന ആളുകളിൽ ഒരാളാണ് അൽ അസ്റം. അദ്ദേഹം പറയുന്നത് ഫജാഅ ഹാദൽ ഹദീസു സുമ്മ ഖാലഫതുഹു അൽ അഹാദീസു കുല്ലുഹാ, അദ്ദേഹത്തിന്റെ നാസിഖുൽ ഹദീസ് വ മൻസൂഖുഹു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് പിന്നെ അതിനുശേഷം ഒരുപാട് സ്വഹീഹായ ഹദീസുകളാണ് കാണാൻ സാധിക്കുന്നത് എന്ന്. അപ്പൊ സ്വഹീഹായ ഹദീസുകൾക്ക് എതിരാണ് ഇത്. ഇമാം തിർമിദി ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്
അൻ യഖുസ്സ الرجل يوم السبت بصيام لأن اليهود تعظم يوم السبت. ജൂതന്മാർ ശനിയാഴ്ച ദിവസത്തെ മഹത്വപ്പെടുത്താറുണ്ടായിരുന്നു, അതുകൊണ്ട് ശനിയാഴ്ച ദിവസം പ്രത്യേകമായി നോമ്പ് നോൽക്കുക എന്നതാണ് ഇവിടെ കറാഹത്തായിട്ടുള്ളത്. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ ഹെഡിങ് തന്നെ ബാബുൻ നഹി അൻ യഖുസ്സ യൗമസ് സബ്തി ബിസൗമിൻ, അല്ലെങ്കിൽ യുഹസ്സ യൗമുസ്സബ്തി ബിസൗമിൻ, ശനിയാഴ്ച ദിവസത്തെ പ്രത്യേകമായി നോമ്പ് നോൽക്കുക, അതിനെ തഖ്സീസാക്കുക എന്നത് വിലക്കുന്നതിനെ സംബന്ധിച്ച ഹദീസ്. അപ്പൊ ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ വിശുദ്ധമാണ് എന്നാണ് അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇമാം നസായി തന്റെ അസ്സുനനുൽ കുബ്രയിൽ അതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് അർ റുഖ്സത്തു ഫി സിയാമി യൗമിസ് സബ്ത്, ശനിയാഴ്ച ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നതിലുള്ള റുഖ്സ, പാടില്ല എന്നല്ല, റുഖ്സ എന്ന കാര്യത്തിലാണ്. ഇമാം തഹാവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, ഫഫി ഹാദിഹിൽ ആഥാരിൽ മർവിയ ഫി ഹാദാ ഇബാഹത്തു സൗമിസ് സബ്തി തതവ്വുഅൻ, ഈ ഉദ്ധരിക്കപ്പെട്ട അഥറുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശനിയാഴ്ച ഐച്ഛിക നോമ്പ് നോൽക്കൽ അനുവദനീയമാണ് എന്നാകുന്നു. അതാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് ഏറ്റവും പ്രകടമായതും പ്രസിദ്ധമായതും. മറിച്ച് ആ ഹദീസുകൾക്ക് എതിരായി വന്നിട്ടുള്ള ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസ്, ഹാദൽ ഹദീസു ഷാദ് അല്ലദീ ഖാലഫഹ, സ്വഹീഹായ ഹദീസുകളോട് എതിരായിട്ടുള്ള ഷാദായ ഹദീസാകുന്നു ഇത്. ഏഴാമതായി ഇബ്നു ഖുസൈമ അദ്ദേഹത്തിന്റെ സ്വഹീഹയിൽ 316 തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കുന്നത് വിലക്കുന്നതിനെ സംബന്ധിച്ച ഹദീസ് എന്നാണ്. ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 5250 കൊടുത്തിട്ടുള്ള അധ്യായം ദിക്റു സജ്രി അൻ സൗമി യൗമിസ് സബ്തി മുഫ്രദൻ, ശനിയാഴ്ച ദിവസം മാത്രമായി നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് വിലക്കുന്ന ഹദീസ് എന്നാണ്. ഇബ്നു ഷാഹീൻ അദ്ദേഹത്തിന്റെ നാസിഖുൽ ഹദീസ് വ മൻസൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ദാലിക്കൽ ഹദീസു നഹ അൻ സൗമി യൗമിസ് സബ്തി മുഫ്രദൻ, ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കുന്നതിന് വിലക്കാണ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള ഹദീസ് എന്നാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനൽ കുബ്ര 4302 നൽകിയിട്ടുള്ള തലക്കെട്ടും ഇതുതന്നെയാണ്. സമയദൈർഘ്യം കൊണ്ട് ഞാൻ വാചകങ്ങൾ വായിക്കുന്നില്ല. ഇമാം ബഗവി അദ്ദേഹത്തിന്റെ ഷർഹുസുന്ന 6361 ഇതേ കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്, ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കുന്നത് കറാഹത്താണ്. ഹാഫിൽ അൽ മുൻദിരി അദ്ദേഹത്തിന്റെ അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ നൽകിയിട്ടുള്ള വാചകം ഹാദൻ നഹിയു ഇന്നമാ ഹുവ അൻ ഇഫ്രാദിഹി ബിസ്സൗം, ശനിയാഴ്ച ദിവസം മാത്രം നോമ്പ് നിൽക്കുന്ന സംബന്ധിച്ച് വിലക്കാകുന്നു ഇത് എന്നാണ്. അതുപോലെ തന്നെ പ്രസിദ്ധ പണ്ഡിതനായ അബ്ദുർ റഊഫ് അൽ മുനാബി അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീറിൽ 6408 ഇതേ കാര്യം ആവർത്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഹ്ദീബ് സുനനി അബീ ദാവൂദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഉസൈമീൻ, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ്, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കരുത് എന്നല്ല, മറിച്ച് നോൽക്കൽ അനുവദനീയമാണ്, ശനിയാഴ്ച ദിവസം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോൽക്കുന്നത് ആണ് അതിൽ എതിരായി പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത് എന്നതാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീന്റെ ഫത്വയിൽ ഈ കാര്യം വളരെ കൃത്യമായി വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, അതായത് ഇതിൽ ഇൽത്തിറാബുണ്ട് അല്ലെങ്കിൽ ഷാദാണ് എന്ന വാചകം നേരത്തെ നമ്മൾ വായിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരാൾ ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കുമ്പോൾ ആ ദിവസത്തിൽ അയാൾ സാധാരണ നോൽക്കുന്ന നോൽമ്പുകളോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളോ ഒക്കെ യോജിച്ചു വന്നാൽ നോൽക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. ഹിജ്റ 1415 ഇപ്പോൾ നമുക്ക് മുമ്പിൽ വന്നെത്തിയതുപോലെ ഒരു ആശൂറ ദിവസം ശനിയാഴ്ച ആയിത്തീർന്നു. അന്ന് ചില ആളുകൾ നോമ്പ് നോറ്റു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന്. ആ വിഷയം പരാമർശിച്ചുകൊണ്ട് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ പറയുകയാണ്, ഫനഹാഹും ബഅദുൽ ഇഖ്വ വഅമറഹും ബിൽ ഫിത്ർ, ചില ആളുകൾ ശനിയാഴ്ച ആശൂറ നോമ്പ് നോറ്റതിനെ പാടില്ല എന്ന് പറഞ്ഞ് മുറിക്കാൻ കൽപ്പിക്കുകയുണ്ടായി. വഹാദാ ഖതഉൻ, ശനിയാഴ്ച നോമ്പ് നോൽക്കരുത്, നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞത് തെറ്റാകുന്നു, പിഴവാകുന്നു. വകാന അലാ ഹാദൽ അഖ് അൻ യസ്അല ഖബല അൻ യുഫ്തിയ ബിഗൈരി ഇൽമിൻ, നോമ്പ് ഒഴിവാക്കണമെന്നും മുറിക്കണമെന്നും ഫത്വ കൊടുത്തിട്ടുള്ള ആൾ, അയാൾ ഫത്വ നൽകുന്നതിന് മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ച് അറിയേണ്ടതായിരുന്നു എന്ന് ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഫത്വയുടെ അവസാനത്തിൽ സൂചിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഉസൈമീൻ പറയുന്നു, പല പണ്ഡിതന്മാരും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ 2057 സംക്ഷിപ്തമായി ശനിയാഴ്ച ദിവസം
5 സാഹചര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അതിലേതാണ് നോൽക്കാൻ പറ്റുന്നത്, ഇനി ഹദീത്ത് സഹീഹാണെങ്കിൽ നോൽക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഏതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അവസ്ഥ ശനിയാഴ്ച ദിവസം ഫർള് നോമ്പാവുക എന്നതാണ്. റമളാൻ ശനിയാഴ്ചയാണ്, നോൽക്കണം. ഇനി റമളാൻ അല്ലാത്ത ഒരു ശനിയാഴ്ച ദിവസം, ആ ദിവസത്തിൽ ഒരാൾ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവീട്ടുന്നു എങ്കിൽ നോൽക്കാം. ഇനി ഒരാൾ കഫാറത്തിൽ നോമ്പ് ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. 2 മാസം വരെ തുടർച്ചയായി നോമ്പനുഷ്ഠിക്കേണ്ടുന്ന കഫാറത്തുകളുണ്ട്. റമദാനിന്റെ പകലിൽ ലൈംഗികത്തിൽ ഏർപ്പെടുക എന്നതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഒരാൾ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുമ്പോൾ ഓരോ മാസവും 8ഓ 9ഓ ശനിയാഴ്ച കടന്നു വരും. ഈ ദിവസങ്ങൾ അദ്ദേഹം ഒഴിവാക്കേണ്ടി വരും. ഇത് ഷെയ്ഖ് ഉതൈമീൻ പറഞ്ഞ വാചകങ്ങളല്ല, അദ്ദേഹം കഫാറത്തിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കേണ്ടതുണ്ടോ? ഒഴിവാക്കേണ്ടതില്ല. കഫാറത്തിന്റെ നോമ്പ് നോറ്റുവീട്ടുന്ന ഒരാൾ ശനിയാഴ്ചകളിൽ നോമ്പ് നോൽക്കാം. ഹജ്ജ് നിർവഹിക്കുന്ന ഒരാൾ അയാൾ ബലിയെറുക്കേണ്ടതുണ്ട്. എന്നാൽ ബലിക്ക് പകരം നോമ്പ് നോൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അയാൾക്ക് ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കാം. ഇതിന് യാതൊരു കുറ്റവുമില്ല. പക്ഷേ അയാൾ എന്ത് വിശ്വസിക്കാതിരുന്നാൽ മതി? മുഅ്തഖിദൻ അന്ന ലഹു മസിയ്യ, ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിന് സവിശേഷതയുണ്ട് എന്നയാൾ വിശ്വസിക്കാത്ത നിലക്ക് ഈ പറഞ്ഞ ഫർളായ നോമ്പുകൾ നോൽക്കുന്നത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നു, ഒന്നുകിൽ അതിന്റെ മുമ്പ് നോമ്പ് നോൽക്കുക, അതായത് ശനിയാഴ്ചക്ക് മുമ്പ് നോമ്പ് നോൽക്കുകയാണെങ്കിൽ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിന് വിലക്കില്ല. അതിനുള്ള തെളിവെന്താ? നേരത്തെ പറഞ്ഞ ജുവൈരിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ജുവൈരിയ റളിയല്ലാഹു അൻഹയിൽ നിന്ന് സഹീഹുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ്. അവിടെ നാളെ നോൽക്കുമോ എന്ന് നബി ചോദിച്ചു. അപ്പോ ശനിയാഴ്ചക്ക് മുമ്പ് ഒരു ദിവസം നോമ്പ് നോൽക്കുകയാണെങ്കിൽ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിന് വിലക്കില്ല. മൂന്നാമത്തേത്, ഒരാൾ യുസാദിഫ സിയാമ അയ്യാമിൻ മശ്റൂഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ള ദിവസങ്ങളോട് ശനിയാഴ്ച ദിവസം നോമ്പ് യോജിച്ചു വരിക എന്നതാണ്. ഇതുപോലെ നേരത്തെ പറഞ്ഞ അയ്യാമുൽ ബീർ 13, 14, 15 ദിവസങ്ങളിൽ ശനിയാഴ്ച കടന്നു വരുന്നു, അയാൾക്കത് നോൽക്കാം. അറഫ ദിവസം വരുന്നു, ശനിയാഴ്ചയായി ആണ് എന്ന് വിചാരിക്കുക, അയാൾക്ക് നോമ്പ് നോൽക്കാം. ആശൂറ നോമ്പ് ശനിയാഴ്ച വന്നാൽ നോൽക്കാം. ശഅബാനിൽ കൂടുതലായി നോമ്പ് നോൽക്കുന്ന ഒരാൾ, അതിൽ ശനിയാഴ്ച ഉണ്ടെങ്കിൽ നോൽക്കാം. ശവ്വാലിലെ 6 നോമ്പ് അതിനിടയ്ക്ക് ശനിയാഴ്ച വന്നാൽ നോൽക്കാം. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ 9, അതായത് അറഫ, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും അയാൾക്ക് ആ നോമ്പ് നോൽക്കാവുന്നതാണ്. ശനിയാഴ്ചയാണ് എന്ന നിലക്ക് നോൽക്കാതിരിക്കേണ്ടതില്ല. നാലാമത്തെ അവസ്ഥ, ഒരാൾ സാധാരണയായി നോമ്പ് നോൽക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം പതിവായി സ്ഥിരമായി നോമ്പ് നോൽക്കുന്ന ഒരാൾ, സുന്നത്ത് നോമ്പുകൾ, ആ ദിവസം ശനിയാഴ്ചയായി വന്നാൽ അയാളുടെ പതിവ് അയാൾക്ക് തുടരാവുന്നതാണ്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ വരുന്ന ശനിയാഴ്ച മുഹറം 10 എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം തെളിവായി പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള 2570 നമ്പർ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ തൊട്ട് മുമ്പത്തെ 2 ദിവസം നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ മുസ്ലിമിന്റെ ഹദീത്തിൽ തന്നെ, ഈ പറഞ്ഞ ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫൽയസുംഹു, എന്നാൽ സാധാരണ നോമ്പ് നോൽക്കാറുള്ള ഒരാളാണെങ്കിൽ അയാൾ ഈ ദിവസങ്ങളിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ. അപ്പൊ എന്താണ്? റമളാനിന്റെ തൊട്ട് മുമ്പത്തെ 1ഓ 2ഓ ദിവസം നോമ്പ് നോൽക്കരുത് എന്ന് നബി വിലക്കി. എന്നാൽ പതിവായി നോമ്പ് നോൽക്കുന്ന ഒരാൾ, അതായത് ശഅബാനിലെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ 1.5 വിട്ട് നോമ്പ് നോൽക്കുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ പതിവ് തുടരുക എന്ന നിലക്ക് ഈ വിലക്ക് ബാധകമല്ല എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിലുണ്ട്. ഫലാ നഹിയ വഹാദാ മിസ്ലുഹു എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ പറയാൻ, അവിടെ യാതൊരു വിലക്കുമില്ല. അതുപോലെയാണ് ഇതും. അതായത് സാധാരണഗതിയിൽ സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ 1.5 വിട്ട് നോമ്പ് നോറ്റുവരുന്ന ഒരാൾ, അയാളുടെ ദിവസം ശനിയാഴ്ചയായി എന്നതുകൊണ്ട് അയാൾ നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ 4 അവസ്ഥകളിലും നോമ്പ് നോൽക്കാം ശനിയാഴ്ച ദിവസം, യാതൊരു വിലക്കുമില്ല. അൽ ഹാലത്തുൽ ഖാമിസ, 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അയ്യഹുസ്സഹു ബിസൗമി തതവ്വുഇൻ ഫയുഫ്രിദുഹു ബിസ്സൗമി, ഒരാൾ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിനെ പ്രത്യേകമായി പരിഗണിക്കുകയും എന്നിട്ട് ശനിയാഴ്ച മാത്രമായി അദ്ദേഹം നോമ്പ് നോൽക്കുകയും ചെയ്താൽ ഫഹാദാ മഹല്ലുൻ നഹി ഇൻ സഹൽ ഹദീസു ഫിൻ നഹി അൻഹു, അങ്ങനെ വന്നാൽ അത് വിലക്കപ്പെട്ട സന്ദർഭമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇൻ സഹൽ ഹദീസു ഫിൻ നഹി അൻഹു, ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹാണെങ്കിൽ, അതായത് ശനിയാഴ്ച നോമ്പ് നോൽക്കാനേ പാടില്ല എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ എന്തേ കിട്ടുകയുള്ളൂ? ശനിയാഴ്ച മാത്രം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരാൾ സുന്നത്ത് നോമ്പ് കേൾക്കുകയാണെങ്കിൽ അത് പാടില്ല എന്നേ കിട്ടുകയുള്ളൂ. ഇത് 1418 ഹിജറ 17/1 ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ നൽകിയിട്ടുള്ള ഫത്വയാണ്.
അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്രയും വിശദമായി ഈ കാര്യം അല്പം നീണ്ടുപോയി എന്നറിയാം. തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇത് വലിയ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശനിയാഴ്ച ദിവസം നോമ്പ് വന്നാൽ അത് അറഫയാകട്ടെ, ആശൂറ നോമ്പാകട്ടെ, മറ്റേതെങ്കിലും സുന്നത്തുകളാകട്ടെ, ഫറളല്ലാത്ത ഒന്നും നോൽക്കാനേ പാടില്ലെന്നും നോറ്റ ആളുകൾ മുറിക്കണമെന്നും വളരെ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ലോകത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായങ്ങൾ പരിഗണിക്കണം. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുകയാണ്. ഹദീസ് സ്ഥിരപ്പെട്ടാൽ അമല് ചെയ്യണം എന്ന വാദമാണെങ്കിൽ ഈ തർക്കത്തിലിരിക്കുന്ന ഹദീസ് സ്ഥിരപ്പെട്ടു, അതനുസരിച്ച് അമല് ചെയ്യുന്നു, ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നില്ല അല്ലെങ്കിൽ നോൽക്കാൻ പാടില്ല. അതിനേക്കാൾ സ്വഹീഹായ ഹദീസാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബൈരിയ റളിയല്ലാഹു അൻഹയോട് നാളെ നോൽക്കുമോ എന്ന് ചോദിച്ചത്. ആ ഹദീസ് അനുസരിച്ച് എങ്ങനെ അമല് ചെയ്യും? അപ്പോൾ ഈ ഒരു കാര്യം ലോകത്തുള്ള പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാരും മനസ്സിലാക്കിയിട്ടുള്ള ധാരണയ്ക്ക് എതിരാകുന്നു നോമ്പ് നോൽക്കാനേ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹദീസിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളും കാര്യങ്ങളും വളരെ സവിസ്തരം നാം മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇസ്കാൽ മാറ്റിവെച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം സൂചിപ്പിച്ചതുപോലെ പണ്ട് മുതൽക്കേ പലരെയും ഇസ്കാലിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണിത്. ആ ഇസ്കാൽ മാറ്റിവെച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസം നേരത്തെ പറഞ്ഞ ശനിയാഴ്ചക്ക് എന്തെങ്കിലും പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടല്ലാതെ ഒരാൾ നോമ്പ് നോൽക്കുന്നതിന് യാതൊരു വിലക്കുമില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു അഅലം. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.